ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ സിങ്ക് വലിയൊരു പ്രശ്നമാണ്. സ്മെല്ല് കാര്യങ്ങൾ വരുന്നത്, അതായത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. അതായത് പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും കുറേ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്മെല്ല് കാര്യങ്ങൾ വരും. നമുക്ക് മാക്സിമം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ സിങ്കിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു എയർ പോകാനുള്ള സിസ്റ്റം ഏറ്റവും ആദ്യം ചെയ്യണം. അതായത് ഒട്ടും എയർ, അതായത് കുഴിയിൽ നിന്ന് നമ്മൾ ഈ സിങ്ക് കണക്ട് ചെയ്യുന്ന നേരെ കുഴിയിലേക്കാണ്. ആ കുഴിയിൽ നിന്ന് ഒരിക്കലും ആ സ്മെല്ല് കാര്യങ്ങൾ അകത്തേക്ക് വരാത്ത രീതിയിൽ ഏറ്റവും അതിൻ്റെ സിങ്കിൽ നിന്ന് പുറത്തിറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു എയർ കണക്ട് ചെയ്തു, എയർ കോളിട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലൈൻ ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ലൈൻ ട്രാപ്പ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമുണ്ട്. അത് ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ലൈൻ ട്രാപ്പ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലൈൻ ട്രാപ്പിൽ നമ്മൾ കൊടുത്തു. അപ്പോൾ ട്രാപ്പ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ട്രാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും കുറച്ച് വെള്ളം ആ ട്രാപ്പിൽ മിക്സ് ചെയ്ത് കിടക്കും. കുറച്ച് വെള്ളം അതിൻ്റെ അകത്തിട്ടോ, അതിൻ്റെ ആ ലെവലിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ടാണ് പുറത്ത് നിന്ന്, അതായത് കുഴിയിൽ നിന്നും നമ്മൾ ഈ സിങ്ക് കണക്ട് ചെയ്തിരിക്കുന്ന കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഈ വെള്ളം കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സെപ്പറേഷൻ കൂടി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്ന സ്മെല്ലാണെങ്കിൽ, കുഴിയിൽ നിന്ന് വരുന്ന സ്മെല്ല് ഒരിക്കലും സിങ്കിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ എപ്പോഴും വെള്ളം കെട്ടി നിൽക്കും. ആ വെള്ളത്തിൽ ഒരു സെപ്പറേഷൻ വരുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പൈപ്പിൻ്റെ തൊട്ട് താഴെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വരുന്ന സ്മെല്ല് കംപ്ലീറ്റ് ആ വെള്ളത്തിൽ തട്ടി നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും സ്മെല്ല് ഇപ്പുറത്തേക്ക്, അതായത് സിങ്കിൻ്റെ ഏരിയയിലേക്ക് വരില്ല. ഈ ആ സെപ്പറേഷൻ നമുക്കൊന്ന് ഊരിയെടുക്കണം. ഇടയ്ക്ക് ഇത് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരാനുള്ള ചാൻസും കാര്യങ്ങളും കൂടുതലുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ സിങ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചോറും പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അതിന് വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് അടിഞ്ഞ് കിടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ സെൻറ്ററിലെ ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. അത് ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് ഒന്നല്ലെങ്കിൽ നമ്മൾ മോട്ടറിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ നല്ല ഫോഴ്സ് വരുന്ന വെള്ളം കാര്യങ്ങൾ അതിൽ അടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കുഴിയിലേക്ക് പൊക്കോളൂ. ആ ചോറ് അതിലേക്ക്, അല്ലെങ്കിൽ പറയുന്ന വേസ്റ്റുകളോ കാര്യങ്ങളോ എന്തൊക്കെ പാത്രം കഴിയുന്ന വേസ്റ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് അതിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന അതുപോലെ തന്നെ ഈ സെപ്പറേഷൻ അതുപോലെ തന്നെ ഫിക്സ് ചെയ്യണം. രണ്ട് സൈഡിൽ എൻ്റെ ഗ്രൂ ഉണ്ട് അതിലൂടെ. അപ്പോൾ ഈ സെപ്പറേഷൻ നമ്മളെടുത്ത് മാറ്റരുത്. സെപ്പറേഷൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രാപ്പ് വെച്ചുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഈ സെപ്പറേഷനിലാണ് അതിൻ്റെ എയർ അപ്പുറത്തേക്കും വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. ആ ബാഡ് സ്മെല്ല് വരുന്നത് ഒഴിവാക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ പ്ലംബിങ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അടയ്ക്കുന്ന പോലും വളരെ ശ്രദ്ധിക്കണം. കാരണം വേറെ ഒന്നുമില്ല, അതിൻ്റെ അകത്തൊരു റബ്ബർ ബുഷ് ഞാൻ കണ്ടു. ആ റബ്ബർ നമ്മൾ കാണിച്ചു തന്നപ്പോൾ ആ റബ്ബർ ബുഷ് നല്ല രീതിയിൽ നിൽക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഇതിപ്പോൾ ഓൾറെഡി പ്ലംബിങ് ചെയ്ത് ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഫുൾ വർക്ക് കഴിഞ്ഞ സമയത്ത് മണ്ണിട്ട് കാര്യങ്ങൾ മൂടി കഴിയുമ്പോൾ ആ റബ്ബർ ബുഷ് കാര്യങ്ങൾ നല്ല രീതിയിലല്ല ടൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുവഴി വെള്ളം ഇറങ്ങാനുള്ള ചാൻസും കാര്യങ്ങളും മണ്ണൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൈപ്പ് വീണ്ടും ബ്ലോക്ക് ആവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ ഏരിയയിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിത്തിരിച്ച് ഒരു ചെറിയൊരു ഏരിയ ആയിട്ട്, ഒരു മാൻ ഹോൾ ഏരിയ ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് അത് നമുക്ക് തുറന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈൻ ട്രാപ്പ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി തന്നെ ഒരു ടീ ഇട്ടതിന് ശേഷം നമുക്കൊരു എയർ കവൾ കൂടി കൊടുക്കാവുന്ന രീതിയിൽ, നമ്മളിവിടെ അതിൻ്റെ മുകളിൽ ഒരു എയർ കവൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഏറ്റവും ആദ്യം ഇനിയിപ്പോൾ ട്രാപ്പ് കണക്ട് ചെയ്ത് വരുന്ന എയർ ആണെങ്കിൽ പോലും അത് റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ സിങ്കിൽ നിന്നുള്ള വെള്ളം കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്, എയർ സക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ എയർ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.